ഹായ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നടത്തിവരുന്ന നെല്ലിയാമ്പതി ട്രിപ്പിന്റെ ഭാഗമാകുവാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നെല്ലിയാമ്പതി പാക്കേജിന് പുറമെ ഈ ഡിപ്പോയിൽ നിന്നും വേറെയും ടൂർ പാക്കേജുകൾ നടത്തപ്പെടുന്നുണ്ട്. ആ പാക്കേജുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ വഴിയെ പറയാം. ശനിയാഴ്ച ദിവസമാണ് ഞാൻ നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാട് ഡിപ്പോയിൽ നിന്നും പോകുന്നത്. നമുക്ക് പോകുന്നതിനായിട്ടുള്ള ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് 2 ബസ്സുകളാണ് നെല്ലിയാമ്പതിയിലേക്ക് സർവീസ് നടത്തുന്നത്. നമ്മൾ പോകുന്ന ബസ്സിലെ എല്ലാ സീറ്റിലും ബുക്കിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ ഒരു ഗ്രൂപ്പിലെ 12 അംഗങ്ങൾ അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് സീറ്റുകൾ കാലിയായി നിങ്ങൾ കാണുന്നത്. രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 7 മണിയോടെ തിരികെ പാലക്കാട് ഡിപ്പോയിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബസ് കറക്റ്റ് 7 മണിക്ക് തന്നെ പാലക്കാട് ഡിപ്പോയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് പുറപ്പെട്ടു. ഈ ട്രിപ്പിന് ഒരാൾക്ക് 600 രൂപയാണ് ചെലവ്. ഈ 600 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും കടിയും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ ടിക്കറ്റുകളും എല്ലാം ഉൾപ്പെടും. ഈ ട്രിപ്പിൽ നമ്മൾ പ്രധാനമായും കാണാൻ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റ്, പോത്തുംപാറ ടീ എസ്റ്റേറ്റ്, കേശവൻപാറ വ്യൂ പോയിന്റും ഗവൺമെന്റ് ഓറഞ്ച് ഫാമുമാണ്. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പാക്കേജുകളിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു പാക്കേജാണിത്. എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നടത്തപ്പെടുന്ന ഈ സർവീസ് നമുക്ക് പാലക്കാട് ഡിപ്പോയിലേക്ക് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നതിനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ബസ് ഇപ്പോൾ കൊടുവായൂർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നെന്മാറ ചെന്നിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. ഈ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് 400 രൂപ ഈ ട്രിപ്പ് പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് കളക്ട് ചെയ്യും. ബാക്കി 200 രൂപ യാത്ര പുറപ്പെടുന്ന ദിവസം നേരിട്ട് നമുക്ക് നൽകാവുന്നതാണ്. നമ്മുടെ ബസ് ഇപ്പോൾ കൊടുവായൂർ എന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് നമുക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളത്. നമ്മളപ്പോൾ രാവിലെ വരുന്ന സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. ഈ പാക്കേജിൽ തന്നെ ഫുഡ് അവൈലബിൾ ആണ്. ഇവിടെ ഇഡ്ഡലിയും വടയുമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇഡലിക്കും വടക്കും ടച്ചിങ്ങിനായിട്ട് സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. എന്തായാലും നല്ല ഫുഡായിരുന്നു. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോംലി ഫുഡ് കഴിച്ച് ഫീൽ ആയിരുന്നു ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ. നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ഇനി നെന്മാറ വഴി പോത്തുണ്ടി ഡാമിലതേ പോയി ആദ്യം വരയാട് മല വ്യൂ പോയിന്റ്, പിന്നെ നെക്സ്റ്റ് സീതാർകുണ്ട്, തിരിച്ചു വരുമ്പോൾ ഓറഞ്ച് വെജിറ്റബിൾ ഫാം, പിന്നെ ഉച്ച ഭക്ഷണത്തിന് ശേഷം നമ്മൾ പോത്തുപാറ ടീ എസ്റ്റേറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് കേശവൻപാറ ടീ എസ്റ്റേറ്റ്, അതോടുകൂടി മുകളിലത്തെ യാത്ര കഴിഞ്ഞു പിന്നെ താഴെ വന്നിട്ട് പോത്തുണ്ടി ഡാം ഗാർഡനിൽ 1 മണിക്കൂർ. ഇതാണ് നമ്മുടെ പാക്കേജിലുള്ളത്. നമ്മളങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി ഇവിടെ നിന്ന് നെന്മാറയിലേക്കും അവിടെ നിന്ന് നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നെല്ലിയാമ്പതിയിലേക്ക് പോകുവാനും തിരികെ വരുവാനുമായിട്ട് ഒരു വഴി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലൂടെ തന്നെയാണ് തിരികെ വരുന്നതും. നെല്ലിയാമ്പതിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് നെൽപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും നമുക്ക് കാണുവാനായി സാധിക്കും. പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗിയെ വിളിച്ചോതുന്ന ഈ കാഴ്ചകൾ വളരെയധികം ആകർഷണീയമാണ്. നമ്മുടെ ബസ് ഇപ്പോൾ നെന്മാറ കഴിഞ്ഞ് പോത്തുണ്ടി ഡാമിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പോത്തുണ്ടി ഡാമിന്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പോത്തുണ്ടി ഡാമിലെല്ലാം നമ്മൾ തിരികെ വരുമ്പോഴാണ് കയറുന്നത്. ഇപ്പോൾ നമ്മുടെ യാത്ര നേരെ നെല്ലിയാമ്പതിയിലേക്കാണ്. നമ്മളിപ്പോൾ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റ് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര KSRTC ബസ്സിലായതുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമ്മൾ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ട് വേണം മുമ്പോട്ട് യാത്ര ചെയ്യുന്നതിനായിട്ട്. പോത്തുണ്ടി ഡാമിന്റെ മനോഹരമായ ഒരു ടോപ്പ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നത് കുണ്ടറച്ചോല പാലമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പാലം ഒലിച്ചു പോവുകയുണ്ടായി. പാലം തകർന്നതോടെ നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അന്ന് ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഹെലികോപ്റ്ററിലും താൽക്കാലികമായിട്ട് ഇതിലൂടെ ഉണ്ടാക്കിയ ഒരു വഴിയിലൂടെ KSRTCയിലുമാണ് നെല്ലിയാമ്പതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സർക്കാർ സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത്.
നമ്മുടെ ബസ് ഇപ്പോൾ മറ്റൊരു പാലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ടൊരു വലിയൊരു കാഴ്ചയുണ്ട്. പണ്ട് നമ്മുടെ നാട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതൊരു മരം കൊണ്ടുണ്ടാക്കിയ പാലമായിരുന്നു. ആ സ്ഥലം പിന്നീട് അറിയപ്പെട്ടിരുന്നതും മരപ്പാലം എന്ന പേരിലാണ്. നമ്മുടെ ഈ യാത്രയിലെ അടുത്തൊരു ഡെസ്റ്റിനേഷനായ വരയാടുമല വ്യൂ പോയിന്റിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ധാരാളം വരയാടുകളെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് വരയാടുകളൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. കൂറ്റൻ മലനിരകളും നല്ല പച്ചപ്പുമുള്ള ഒരു ഭൂപ്രദേശമാണിത്. അതേപോലെ തന്നെ പോത്തുണ്ടി ഡാമിന്റെ റിസർവോയറിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. വരയാടുമല വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ബസ്സിലുണ്ടായിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ വന്നിരിക്കുന്ന സന്ദർശകർക്ക് ഈ ക്ലാസ് എടുക്കുന്നത് ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വലിയൊരു പ്രകൃതി സ്നേഹിയായ ഇദ്ദേഹം ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. വരയാടുമല വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്ക് തുടരുകയാണ്. ഇനി മുമ്പോട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള സഹയാത്രികരായിരുന്നു നമ്മുടെ കൂടെ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് എല്ലാവരും പരസ്പരം കാണുന്നതെങ്കിലും ഒരു കുടുംബം പോലെയായിരുന്നു ഈ യാത്ര. നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് വശവും നല്ല തിക്കായിട്ടുള്ള കാടാണ്. ചില സമയങ്ങളിലൊക്കെ ഈ വഴിയിൽ വന്യമൃഗങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബസ് ഇപ്പോൾ കൊങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നെല്ലിയാമ്പതിയിലെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാപ്പിത്തോട്ടങ്ങളാണ്. ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടങ്ങളാണ് നമ്മൾ ഈ വരുന്ന വഴിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഓറഞ്ച് ഫാം ആണ്. നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷമാണ് ഈ ഫാമിലേക്ക് വരുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നത് നെല്ലിയാമ്പതിയിലെ ഒരു ടൗൺഷിപ്പ് ആണ്. ഇനി ഇവിടെ മുമ്പോട്ട് പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. നമ്മുടെ ബസ് അങ്ങനെ നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളിലേക്ക് തിരികെയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് സ്ത്രീകൾ തേയിലക്കൊള്ളുന്നു നുള്ളുന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പോപ്സ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത്. നമ്മൾ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഇവിടെ എൻട്രൻസ് ഫീസ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വകാര്യ വാഹനത്തിൽ വരുമ്പോൾ വാഹനത്തിന് പാർക്കിങ്ങിനും അതേപോലെ തന്നെ പെർ ഹെഡും നമ്മൾ പ്രത്യേകം കാശ് കൊടുക്കണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ്. നമ്മുടെ ബസ് ഓർഡിനറി ബസ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചേസ് വണ്ടിയാണ് നമ്മുടേത്. വലിയ ബസ്സൊക്കെ ആണെങ്കിൽ ഇതിവിടെ വരുന്നത് വളരെയധികം റിസ്ക് ആണ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ധാരാളം കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. നമ്മുടെ ബസ് ഇപ്പോൾ വ്യൂ പോയിന്റിന് അടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 250 മീറ്റർ നടന്നു വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. ഇവിടുത്തെ വിസിറ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 250 മീറ്ററോളം നടന്നു പോകാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. നമ്മളങ്ങനെ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും കുറച്ച് പാറക്കല്ലുകളൊക്കെ ഉള്ള വഴിയാണ്. വളരെയധികം ആഴമുള്ള ഒരു കൊക്കയുടെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റ് കാണുന്നത്. നല്ല കാറ്റാണ് ഇവിടെ.
അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ചെറിയ രീതിയിൽ സ്ലിപ്പ് ആവുന്ന ഒരു സ്ഥലമാണ്. പൊടിമണ്ണൊക്കെ അവിടെ ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഈ വ്യൂ പോയിന്റിന്റെ അവിടെ നോക്കാൻ നേരത്ത് വളരെ ലോങ്ങിലുള്ള ഒരു വ്യൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊല്ലംകോട് ടൗണും മീങ്കര ഡാമും ചുള്ളിയാർ ഡാമും ഒക്കെ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ കോട അടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ലോങ്ങിലേക്കുള്ള ഒരു വ്യൂ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോലെ കാണുന്ന നെല്ലിമരമാണ് നിങ്ങൾ കാണുന്നത്. നെല്ലിയാമ്പതി അടയാളപ്പെടുത്തുന്ന ഒരു മരമാണത്. ഈ വ്യൂ പോയിന്റിന്റെ സൈഡൊക്കെ കമ്പിവേലുകൾ കൊണ്ട് തിരിച്ചിരിക്കുകയാണ്. ഈ വ്യൂ പോയിന്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് സൈൻ ബോർഡുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. ഈ വേലിക്കെട്ടുകളൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാരണവശാലും മുമ്പോട്ടേക്ക് പോകരുത്. വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ തിരികെ ബസ്സിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പോപ്സ് ഗ്രൂപ്പിന്റെ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഇവിടെ നമുക്ക് ജ്യൂസ്, കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഭിക്കും. ഞാൻ എന്തായാലും ഒരു മാംഗോ ജ്യൂസ് മേടിച്ചു. 30 രൂപയായിരുന്നു ഇതിന് ചാർജ്. അതിനുശേഷം ഒരു പൈനാപ്പിൾ ഐസ്ക്രീം മേടിച്ചു. ഇതിന് 20 രൂപയായിരുന്നു ചാർജ്. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ബസ് അടുത്ത സ്പോട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. നമ്മളങ്ങനെ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓറഞ്ച് ഫാം ആണ്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ്. ഇവിടെ ഒരുപാട് ഫലവൃക്ഷങ്ങളും പൂക്കളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊന്നും നമ്മൾ പറിക്കാനായിട്ട് നിൽക്കരുത്. പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ ഇവർ ഈടാക്കുന്നതാണ്. നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടു പോകുന്ന ഒരു ഫാമാണിത്. നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധാരാളം ചെടികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. സൂര്യകാന്തി പൂക്കളുടെ ഒരു തോട്ടമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി പൂക്കൾ കാണുന്നത്. ഇത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ട്രീ ഹൗസുകൾ. ഇവിടെ ഒരു ടെന്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഓറഞ്ച് ഫാമിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണുവാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് ഓറഞ്ച് ഫാം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരെങ്കിലും നമുക്ക് ഇവിടെ 2-3 ഓറഞ്ച് മരങ്ങൾ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനകത്ത് ഓറഞ്ചൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകൾ വേറെയുണ്ട്. അത് ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം മുമ്പോട്ട് പോയാലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങോട്ടേക്ക് പബ്ലിക്കിന് എൻട്രൻസ് ഇല്ല. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെ പാക്കേജാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഓറഞ്ച് ഫാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഓറഞ്ച് ഫാമിന് ഞായറാഴ്ച അവധിയാണ്. നമ്മൾ ഓറഞ്ച് ഫാം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അങ്ങനെ 1 മണിയോടെ എടുക്കാറായി. ഇനി നമ്മൾ പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ITL ഹോളിഡേയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റിസോർട്ടിലാണ് നമുക്കുള്ള ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കുള്ള ഉച്ചഭക്ഷണം ഈ പാക്കേജിന്റെ ഒപ്പമുള്ളതാണ്. വെജിറ്റബിൾ ഊണ്, മീൻകറി ഊണ്, ചിക്കൻ ബിരിയാണി ഇവയെല്ലാം ഈ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. നമ്മൾ മുൻകൂട്ടി ഓർഡർ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്കുള്ള ഭക്ഷണം ലഭിക്കുക. ഞാൻ മീൻകറി ഊണായിരുന്നു ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഊണൊക്കെ ഗംഭീരമായിരുന്നു. മീൻകറിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. അടിപൊളി മീൻകറി ആയിരുന്നു. 100ഓളം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഹാളിലായിരുന്നു നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോത്തുംപാറ ടീ എസ്റ്റേറ്റ് ആണ്. അതിനുശേഷം നമ്മൾ കേശവൻപാറ വ്യൂ പോയിന്റ് കാണുവാനായിട്ട് പോകും. കേശവൻപാറ വ്യൂ പോയിന്റിന്റെ എൻട്രി ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് AVT കമ്പനി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ടീ പൗഡർ ഒക്കെ വാങ്ങുവാനായിട്ട് സാധിക്കും.
നിങ്ങൾ ഈ കാണുന്നത് AVT കമ്പനിയാണ്. AVT കമ്പനിയുടെ അകത്തേക്ക് നമ്മൾ പോവുകയില്ല. നമുക്ക് ഇവിടെ നിന്ന് ടീ പൗഡർ ഒക്കെ വാങ്ങുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ വാഹനം നിർത്തിയതിനു ശേഷമാണ് നമ്മൾ കേശവൻപാറ വ്യൂ പോയിന്റ് കാണുവാനായിട്ട് പോകുന്നത്. പോത്തുംപാറ ടീ എസ്റ്റേറ്റിലേക്ക് പോയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കേശവൻപാറ വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് പോവുകയുള്ളൂ. നമ്മുടെ വണ്ടി അങ്ങനെ പോത്തുംപാറ ടീ എസ്റ്റേറ്റ് ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് പോകുന്ന വഴിയുടെ രണ്ട് വശങ്ങളിലും കണ്ണെത്താ ദൂരത്തോളമുള്ള തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര എപ്പോഴും അടിപൊളിയാണ്. നമ്മുടെ ബസ് അങ്ങനെ നൂറടി എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് തിരികെയാണ്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നൂറടി, കരടി അങ്ങനെയൊക്കെയുള്ള പേരിലേക്കാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. ഈ കാണുന്നത് നൂറടി പാലമാണ്. നൂറടി പാലം കഴിഞ്ഞ് വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് പോത്തുംപാറ ടീ എസ്റ്റേറ്റിലേക്കാണ്. നെല്ലിയാമ്പതിയിലെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. കറക്റ്റ് ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു വഴിയിലൂടെ രണ്ട് വശങ്ങളിലും തേയിലത്തോട്ടങ്ങളായിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ യാത്ര. നമ്മുടെ ഈ ട്രിപ്പിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ യാത്രയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ബസ് അങ്ങനെ പോത്തുംപാറ ടീ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന സ്പോട്ടിലേക്ക് തിരികെയാണ്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബസ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് പോത്തുപാറ ടീ എസ്റ്റേറ്റിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല ലോങ് വ്യൂ ആണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടെടുക്കുന്ന രീതിയിലുള്ള അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നിടത്തായിട്ട് ഒരു LP സ്കൂളുണ്ട്. ആ LP സ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വണ്ടി എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും തേയിലത്തോട്ടങ്ങൾ കാണുവാനും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തേയിലത്തോട്ടങ്ങൾ കണ്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് തേയിലക്കൊളുന്ത് തൊള്ളുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് ഈ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. പോത്തുംപാറ ടീ എസ്റ്റേറ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് കേശവൻപാറ വ്യൂ പോയിന്റിലേക്കാണ്. കേശവൻപാറ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് AVT കമ്പനിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് നമുക്ക് ടീ ഒക്കെ വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ടായ കേശവൻപാറ വ്യൂ പോയിന്റിലേക്ക് തിരികെയാണ്. കേശവൻപാറ വ്യൂ പോയിന്റ് നമ്മുടെ പാക്കേജിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പോകാനായിട്ട്. 15 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനധികൃതമായിട്ട് ഈ വഴിയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കുന്ന ശിക്ഷാർഹമാണെന്നുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാണിംഗ് ബോർഡ് ഉണ്ട് അവിടെ. ഒരു 1/2 കിലോമീറ്ററോളം ദൂരം നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ നടന്നതിന് ശേഷം ഇപ്പോൾ ഒരു പാറപ്പുറത്തേക്ക് തിരികെയാണ്. നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് കേശവൻപാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. നല്ല കാറ്റാണ് ഇവിടെ. മേഘം നല്ല രീതിയിൽ മൂടിക്കിടക്കുന്നതുകൊണ്ട് നമ്മുടെ വ്യൂ നല്ല ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കേശവൻചേട്ടൻ്റെ പേരുള്ള കേശവൻപാറ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റമാണ്, അതുകൊണ്ട് നല്ല അണപ്പുണ്ട്. നമുക്ക് വ്യൂ പോയിന്റിൽ നന്നായിട്ട് കോട അടിച്ചിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊരു വിഷയം കിട്ടിയില്ല. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് നിർത്തിയിരിക്കുന്നത് AVT ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളവർക്ക് ടീ പൗഡർ കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. പല വെറൈറ്റിയിലുള്ള ടീ പൗഡർ അവിടെ ഉണ്ടാവും. നമുക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വാങ്ങാം. പുറമേ നിന്നൊക്കെ വാങ്ങുന്നതിൽ വിലക്കുറവിൽ അവിടെ നിന്ന് കിട്ടും.
AVTയുടെ ടീ കമ്പനിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഊട്ടിയിലുള്ള ടീ കമ്പനിയൊക്കെ പോലെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറി പോകാനായിട്ട് സാധിക്കില്ല. ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടീ പൗഡർ വാങ്ങുവാനായിട്ട് സാധിക്കും. AVT ഗ്രൂപ്പിന് നെല്ലിയാമ്പതിയിലുള്ളതുപോലെ തന്നെ മൂന്നാറിലും ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ടായ പോത്തുണ്ടി ഡാമിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 മണിയോടെ തന്നെ നമ്മൾ പോത്തുണ്ടി ഡാമിന്റെ അടുത്തേക്ക് തിരികെയാണ്. നമ്മുടെ ഈ മനോഹരമായ ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ടാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരത്തെ ചായയും കടിയും എനിക്ക് കിട്ടി. ഞാനൊരു പഴംപൊരിയാണ് എടുത്തത്. ചായ അത്ര പോരായിരുന്നു. കുതിരസവാരി, കുതിരവണ്ടി സവാരി അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഡാമിന്റെ പുറത്ത് നമുക്ക് അവൈലബിൾ ആണ്. പോത്തുണ്ടി ഡാമിലേക്കുള്ള പ്രവേശനം നമുക്ക് സൗജന്യമാണ്. ഡാമിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ടുള്ളത്. ഈ ഡാമിന്റെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ, അതുപോലെ തന്നെ സ്കൈ സൈക്ലിംഗ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനൊക്കെ സെപ്പറേറ്റ് കാശ് നമ്മൾ കൊടുക്കണം. നമ്മളങ്ങനെ ഡാമിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഈ പോത്തുണ്ടി ഡാം കാണുന്ന നേരത്ത് കെട്ടിലും മട്ടിലും ഒക്കെ ആളിയാർ ഡാമിനോട് ഒരുപാട് സാമ്യം തോന്നുന്ന ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. ഡാമിന്റെ നിർമ്മാണ രീതിയും ഡാമിന്റെ തൊട്ടു മുമ്പിലുള്ള ഗാർഡനും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആളിയാർ ഡാമാണ്. ആളിയാർ ഡാമുമായിട്ട് ഒരുപാട് സമാനതകളുള്ള ഒരു ഡാമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ സിപ്പ് ലൈനും സ്കൈ സൈക്ലിംഗും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. ഡാമിന്റെ എൻട്രൻസ് ഗേറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. നല്ല തണൽ മരങ്ങളുടെ ഒക്കെ നടുവിലിരുന്ന് നമുക്ക് ഒരു ചായ കുടിക്കുന്നതൊക്കെ നല്ലൊരു ഫീലാണ്. എന്തായാലും നമ്മൾ ഇനിയും ഡാമിന്റെ മുകളിലേക്ക് കയറി പോകാനായിട്ട് പോവുകയാണ്. പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണിത്. പാലക്കാട് നിന്ന് 40 കിലോമീറ്ററും നെന്മാറിൽ നിന്നും 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടി ഡാമിലേക്കുള്ളത്. 1958 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പോത്തുണ്ടി ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പ് വിരിച്ച മരങ്ങളൊക്കെ കണ്ടുള്ള ഒരു മനോഹരമായ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കും. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ തെങ്കാശി പട്ടണത്തിന്റെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഡാമിൽ വെച്ചാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ട്രിപ്പിലെ അവസാനത്തെ സ്പോട്ടായ പോത്തുണ്ടി ഡാമും കണ്ടതിന് ശേഷം നമ്മൾ തിരികെ പാലക്കാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മനോഹരമായ ട്രാവൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 6:30 നമ്മുടെ ബസ് പാലക്കാട് ഡിപ്പോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാമെന്ന് ഡ്രൈവർ ചേട്ടന്മാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.